ആകാശം സർവ്വതം കയ്യാണ്ട ഭാവം തമ്മിൽ വിശ്വസിക്കുന്നേ എന്റെ പുത്രൻ നമ്മുടെ കർത്താവ് വിശ്വസിക്കുന്നേ ഈ പുത്രൻ തീരുമാനിക്കപ്പെട്ട മഹാഭാവി, നീ കാരണമാണ് എന്റെ സഹോദരി മരിച്ചത്. ഞാൻ പീറ്റർ, എന്നെ കൊന്നോളൂ. ഒരു നിമിഷം മുമ്പേ മരിച്ച് എന്റെ ആലീസിന്റെ അടുത്തേക്ക് പോകാൻ കൊതിക്കുന്നവനാണ് ഞാൻ. പക്ഷേ വിശ്വസിച്ചാലുമില്ലെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കും. എന്താണ് പട്ടി നിനക്ക് പറയാനുള്ളത്? പീറ്റർ, ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ട എത്രയോ നിർഭാഗ്യവാന്മാർ ഈ ലോകത്തുണ്ട്. അതിലൊരുവനാണ് ഞാൻ. ഞാനല്ല എന്റെ ആലീസിനെ കൊന്നത്. നീ അല്ലെങ്കിൽ പിന്നെ ആര്? എനിക്കറിഞ്ഞൂടാ. ഞാനും ആലീസും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. വിദേശത്ത് പോയി വന്നാലുടൻ എനിക്കിഷ്ടപ്പെട്ടവിടെ തന്നെ വിവാഹം ചെയ്തു തരാമെന്ന് എന്റെ അപ്പൻ സമ്മതിച്ചു. ആലീസിനെ കണ്ട് യാത്ര പറയാൻ കഴിയാതെ ഞാൻ പുറപ്പെട്ടു. പക്ഷേ വിദേശത്ത് കാലുകുത്തിയെന്നു മുതൽ എന്തുകൊണ്ടോ എന്റെ മനസ്സ് അസ്വസ്ഥമായി. ആരെയും അറിയിക്കാതെ ഞാൻ മടങ്ങി വന്നു. എയർപോർട്ടിൽ നിന്നും പെട്ടികൾ പോലും എടുക്കാതെ എന്റെ ആലീസിനെ കാണാൻ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഓടി വന്നു. അപ്പോൾ
എന്നെ ഈ ചങ്ങലയിലൂടെ ബന്ധിച്ചിട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്റെ കൈകൾ സ്വതന്ത്രമായിരുന്നെങ്കിൽ അന്നേ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. ജോണി, ടീച്ചർ, നീ എനിക്കൊരു സഹായം ചെയ്യും. എന്റെ ആലീസിന്റെ സമീപത്ത് എത്രയും വേഗം പറന്നെത്താൻ എന്റെ കഴുത്ത് നിരിച്ചു കൊല്ലും. ടീച്ചർ, പ്ലീസ് ഡു ഇറ്റ്. പീറ്റർ, പ്ലീസ്. എന്നോട് ക്ഷമിക്കൂ ജോണി. നിന്റെ ഹൃദയം എന്തെന്ന് മനസ്സിലാകാതെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഞാനും നിരവില്ല. ജോണി, എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിനക്ക് കഴിയും. അങ്ങനെ സിംഹം എന്റെ ഗുഹയിൽ തന്നെ വന്ന് ചാടി. ഇനി നീ ഇവിടെ ഒന്നും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. പിടിച്ചു കെട്ടടാ ഇവനെ. ഒരു പട്ടിയെ കൊല്ലുന്നത് പോലെ ഈ നിമിഷം നിന്നെ എനിക്ക് വിടുവിച്ചുകൊല്ലാം. പക്ഷെ ഇപ്പോൾ ഞാൻ അത് ചെയ്യില്ല. അല്പം ചില കാര്യങ്ങൾ കൂടി നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എനിക്ക് ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്ന് അറിയണമെന്നതല്ലേ? ഇപ്പോൾ പറഞ്ഞാൽ അതിന്റെ ത്രില്ല് പോവും. പ്ലീസ് വെയിറ്റ് ആൻഡ് സീ. പീറ്റർ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ നിങ്ങൾ ലൈറ്റ് അണച്ചത്? അതെ. അയാൾ ഇവിടെയല്ലേ ഒളിവിൽ കഴിഞ്ഞിരുന്നത്? അല്ല, പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതിനു ശേഷം അയാൾ ഇവിടെ വന്നിട്ടേ ഇല്ലേ? വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ തങ്ങിയിട്ടില്ല. അശ്വതി പീറ്ററെ കാണാൻ കൂടെ കൂടെ ഇവിടെ വരാറുണ്ടായിരുന്നു. ഒരിക്കലും വന്നിട്ടുണ്ട്. പീറ്റർ ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. Sir, he knows where he is, but he is lying. Yes, you are correct. He is a bloody liar. I am not a liar. You thought I am an illiterate fool? I am a retired military man. I have served as an havildar clerk in Second World War. Even the poor, I am an honest man. So don't call me bloody liar. I am sorry, Mr. Mamuka. നിങ്ങൾ പഠിച്ച ഒരാളാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. That's all right. ഒരു എക്സ് മിലിറ്ററി മാൻ എന്ന നിലയിൽ പോലീസിനെ സഹായിക്കേണ്ട കടമ നിങ്ങൾക്കില്ലേ? നമ്മൾ എന്ത് സഹായം ചെയ്യും നിങ്ങൾ പറയും. പീറ്റർ എവിടെയുണ്ടെന്ന് നിങ്ങൾ പറയണം. എന്നാൽ പടച്ചോനെ സാക്ഷി നിർത്തി നമ്മൾ പറയാണ് പീറ്റർ ഇപ്പൊ എവിടെയാണെന്ന് നമുക്കറിയില്ല. പ്ലീസ് ബിലീവ് മൈ വേർഡ്. It's all right. താങ്ക് യു. വരൂ കുറുപ്പേ. അന്ന് കണ്ടതിന് ശേഷം പീറ്റർ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. പിന്നെ അവൻ എവിടെ പോയി? ഇനി വീട്ടിൽ കാണുമോ? അവിടെ നമ്മൾ അന്വേഷിച്ചു എത്തപ്പാൻ സുഖമില്ലാണ്ടിരിക്കുക. അതുകൊണ്ട് അവനെ കണ്ടാൽ അങ്ങോട്ട് പറഞ്ഞു വിടണം. അവന്റെ ഉമ്മയും പറഞ്ഞു. ഒന്നോ ഉണ്ണിയാണല്ലോ വരുന്നത്. നമ്മളില്ലാത്ത പറഞ്ഞേക്കാം. നമ്മൾ കാര്യം എന്താണെന്ന് ചോദിക്കും. ഞാൻ ടീച്ചറെ ക്ഷണിക്കാൻ വന്നതാ. കല്യാണ വീട്ടിലേക്കല്ല, കരടിക്കുഴിയിലേക്ക്. കരടിക്കുഴിയിലേക്കോ? നിന്റെ കാമുകനെ അവിടെ ഇരുമ്പ് ചങ്ങലയിൽ തളച്ചിട്ടിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിനക്ക് അവനെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്റെ കൂടെ വരണം. നമ്മൾ ആദ്യം കരടിക്കുഴിയിലേക്ക് പോവാം. നമ്മൾ അവന്റെ കൂടെ ഇത്തിരി കഴിഞ്ഞേ വരാം. എന്താ ഇത്ര വലിയ ആലോചന? ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ പീറ്ററെ വിട്ടയക്കുമോ? തീർച്ചയായും. പക്ഷേ ഒരു കണ്ടീഷൻ. എന്താണ്? അവന്റെ കൺമുമ്പിൽ വെച്ച് നീ എന്റെ ഭാര്യയായി തീരണം. എന്താ മിണ്ടാത്തത്? ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ എങ്കിൽ വരൂ. ഏതായാലും ഒരു നല്ല കാര്യത്തിന് പോവല്ലേ? ഞാൻ ഈ സാരി ഒന്ന് മാറിയിട്ട് വരാം.
മമ്മുക്ക എന്താ ഇപ്പൊ വിശ്വാസമായോ? അശ്വതി, ഇവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ആ ശല്യം ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. അല്ല, ഇപ്പോഴാണ് ഒരു മനുഷ്യന്റെ കോലം വന്നത്. ആ കരടിക്കുഴി കിടന്ന് ചത്തുപോകുന്നാ ഞാൻ വിചാരിച്ചത്. ഇത്രയും ദിവസം നീ എങ്ങനെ അതിനകത്ത് കഴിഞ്ഞു? അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. പാപ്പാ, പീറ്ററേട്ടന്റെ അപ്പന് സൂക്കേട് കൂടുതലാണെന്ന് ഒരാൾ വന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് വരാം മമ്മുക്ക. ഞാനും വരാം. നമ്മൾ പോവാ. നീ ഇപ്പൊ പോകുന്ന അപകടമാണ്. ആ മോളെ, ജോലി ചോറ് വന്നിട്ട് പാപ്പി പോരാ. വീട്ടിലെ നീ വീട്ടിലേക്ക് ചെല്ലേ. നമ്മൾ ഇവിടെ നിൽക്കാം. പോലീസുകാരെയും മരുന്ന് കണ്ടാലും നമ്മൾ വിസിലടിക്കും. ശരി. നമ്മുടെ മോൻ വന്നിരിക്കുന്നു. ഞാനാണ്. നിന്നെ എനിക്ക് കാണണ്ട. എന്റെ ഈശോയെ, അപ്പേ അപ്പാ, വെള്ളം കുടിക്കപ്പാ. എന്റെ ദൈവമേ, ഞാൻ നിരപരാധിയാണെന്ന് നിനക്കറിയാം. ആ സത്യം എന്റെ അപ്പനെ എങ്ങനെ മനസ്സിലാക്കും? നടക്കടാ. മോനെ, അച്ഛനെ ഒന്ന് വിളിപ്പിക്കണം. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നിങ്ങൾ എന്തിന് പീറ്ററെ കൊല്ലാൻ ശ്രമിച്ചു? ആരുടെയെങ്കിലും പ്രേരണ ഇതിന്റെ പിന്നിലുണ്ടോ? മിസ്റ്റർ ഉണ്ണി, എത്ര ആഴത്തിൽ കുഴിച്ചു മൂടിയാലും സത്യം ഒരിക്കൽ വെളിച്ചത്ത് വരും. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ ഈ പള്ളിമേടയിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളെല്ലാവരും കൂടി ക്രൂശിച്ച്
ഫാദർ ജെയിംസ് ജീവിച്ച സ്ഥലമാണിത്. അദ്ദേഹം നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല, ആപത്തുകളിൽ നിങ്ങളെ സഹായിച്ചില്ലേ? നന്മയല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ മനുഷ്യ സ്നേഹിയെ നിങ്ങൾ എന്തിനു കൊന്നു? ഞാനല്ല സാർ കൊന്നത്, ഞാനല്ല. പിന്നെ ആരാണ്? പറയൂ. പറയാം സാർ, ജെയിംസ് അച്ഛനെ കൊന്നത് നമുക്ക് പറയാ. വാ. നീ നിന്റെ കാമുകിയെ തേടി വന്നതായിരിക്കും അല്ലേ? അതെ, ഞാൻ മരിച്ചിട്ടില്ല. ഇത് ഹൃദയശുദ്ധിയുള്ളവർക്കുള്ള വേഷമാണ്, ചെകുത്താന്മാർക്കുള്ളതല്ല. അതേടാ, ഞാൻ ചെലുത്താണ്. ഇനി രക്ഷപ്പെടാമെന്ന് കരുതണ്ട, കീഴടങ്ങുന്നതാണ് നല്ലത്. ഇല്ല, ഇതിനകത്ത് ആര് കടന്നാലും ഞാൻ വെടിവെച്ച് വീഴ്ത്തും. നിങ്ങൾ നിൽക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? രക്ഷയുടെ അടയാളമായ കുരിശിന്റെ മറവിൽ. നിങ്ങളുടെ ആത്മാവിനെങ്കിലും രക്ഷ കിട്ടണമെങ്കിൽ കീഴടങ്ങൂ. ഇല്ല, മരണത്തിന്റെ മുന്നിൽ പോലും ഞാൻ കീഴടങ്ങില്ല. നമ്മൾ നോക്കണ്ട, അവരെ വിടരുത്. വേണ്ട സാർ, വേണ്ട. ഞാൻ ചെയ്ത പാവങ്ങൾക്ക്
ദൈവം തന്നെ ശിക്ഷ തന്നു. മരിക്കുന്നതിന് മുൻപ് ഞാൻ എല്ലാം തുറന്നു പറയാം. ആലീസിനെ കല്യാണം കഴിക്കണമെന്ന് ജോണി എന്നോട് പറഞ്ഞു. എന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ കരുതി. തന്ത്രപൂർവം ഞാൻ ജോണിയെ ഈ നാട്ടിൽ നിന്നും പറഞ്ഞയച്ചു. പക്ഷേ ഗർഭിണിയായ ആ പെണ്ണ് ആരും അറിയാതെ ഒരു രാത്രി എന്റെ വീട്ടിൽ വന്നു. ഇന്ന് 30,000 രൂപയുള്ളൂ. വാങ്ങിക്കൂ. എനിക്ക് പണമല്ല ആവശ്യം. ജോണിയെ നീ മറന്നേക്ക്. ഇനി അത് സാധ്യമല്ല. എന്റെ മകനെ സ്വപ്നം കാണാൻ നിനക്ക് പറ്റില്ല. ഞാൻ ഈ വാതിൽക്കൽ പോവില്ല. പോയില്ലേ? ഇല്ല ഇല്ല ഇല്ല. നീ എന്താ ഈ ശവം എടുത്തുകൊണ്ടുപോയി ഇവരുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും മരത്തിൽ കെട്ടി നോക്ക്. അച്ഛൻ ആശുപത്രിയിലായിരുന്നപ്പോ എന്റെ സ്വാധീനം ഉപയോഗിച്ച് അവളെ ഞാൻ ഈ സിമിത്തേരിയിൽ അടക്കി. പക്ഷേ അവളുടെ മരണത്തിൽ സംശയം തോന്നിയ അച്ഛൻ അങ്ങയുടെ സഹായത്തോടെ ശവം മാന്തിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നതായി ഞാൻ അറിഞ്ഞു. അത് സംഭവിച്ചാൽ എന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നിശ്ചയിച്ചിരുന്നതിന്റെ തലേ ദിവസം രാത്രി ഉണ്ണിയെയും കൂട്ടിക്കൊണ്ട് ഞാൻ സിമിത്തേരിയിലേക്ക് വന്നു. ഉണ്ണി, നല്ല മഴ വരുന്നുണ്ട്. അതിനു മുമ്പ് കുഴി തോണ്ടി പെട്ടി പുറത്തെടുക്കണം. ആ വേഗമായിട്ട്. ഈ ശവം പുറത്തെടുക്കണം. വീണ്ടും പെട്ടി കുഴിച്ചു പോകണം. എന്നിട്ട് ഈ ശവം കാറിൽ കൊണ്ടുപോയി രഹസ്യമായി കുഴിച്ചു പോകണം. അവിടെ ദൈവനീതിക്ക് ചേരുന്ന കാര്യമാണോ ഈ ചെയ്യുന്നത്? അച്ഛോ, എനിക്കൊരു തെറ്റുപറ്റി. എന്നെ രക്ഷിക്കണം. ചാക്കോച്ച, ഒരു പാപം മറ്റൊരു പാപം കൊണ്ട് ഒരിക്കലും കഴിക്കളയാൻ സാധ്യമല്ല. ഇത് മനസാക്ഷിയുടെ പ്രശ്നമാണ്. ചാക്കോച്ചിന് സിമിത്തേരി വിട്ട് ഉടനെ പുറത്തു പോകണം. അച്ഛോ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. എന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പാചകം ചെയ്തു പോയി. നാളെ അത് ഈ ലോകം അറിയുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു കടുക്കൈക്ക് മുതിർന്നത്. അച്ഛോ, ഞാനും അച്ഛൻ ഉണ്ണിയും അല്ലാതെ വേറെ ആരും അറിയത്തില്ല. എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണ്. അച്ഛനെന്നെ രക്ഷിക്കണം. ചാക്കോച്ച, നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ആലീസിന്റെ സ്വരം ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ കേൾക്കുന്നു. ഈ പാപത്തിന്റെ ശിക്ഷ ചാക്കോച്ചിനെ അനുഭവിച്ചേ മതിയാവും. അച്ഛൻ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. എന്നെ രക്ഷിക്കണം. ക്ഷമിക്കൂ ചാക്കോച്ച. എന്ത് പറഞ്ഞാലും ഞാൻ എന്റെ മനസാക്ഷി വഞ്ചിക്കില്ല. ചാക്കോച്ചൻ ദയവ് ചെയ്ത് പുറത്തു പോകൂ. ഈ പള്ളിയിലെ വികാരി എന്ന നിലയിൽ ഞാൻ ആജ്ഞാപിക്കുകയാണ്. സിമിത്തേരിയിൽ നിന്ന് പുറത്തു പോകൂ. പോകൂ. അച്ഛനെങ്ങനെ വിട്ടിട്ട് പോകുന്ന അപകടമാണ്. വരൂ.
ഒരു കൊലപാതകം മറയ്ക്കാനുള്ള എന്റെ ശ്രമത്തിൽ ഞാൻ വീണ്ടും കൊലപാതകിയായി. കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ അന്ന് തന്നെയാണ് ജെയിംസ് അച്ഛന്റെ വേഷം കെട്ടിയതെന്ന് അവസാനം എനിക്ക് മനസ്സിലായി. അതേ വേഷത്തിൽ തന്നെ എന്റെ എതിരാളികളെ മുഴുവൻ കൊന്നിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ഞാൻ കണക്കൂട്ടി. പക്ഷേ ദൈവം എന്നെ ശിക്ഷിച്ചു. നല്ലവനായ ജെയിംസ് അച്ഛന്റെ പേരിൽ ഞാൻ യാചിക്കുകയാണ്.